ഉത്തർപ്രദേശിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് സായിബാബ വിഗ്രഹം നീക്കം ചെയ്തതോടെ രാജ്യത്ത് മറ്റൊരു പ്രശ്നത്തിന് തുടക്കമാവുകയാണ്. ഒരു കൂട്ടം ഹിന്ദു സംഘടനകളുടെ ക്യാമ്പയിനാണ് ഈ തീരുമാനമെടുത്ത് രംഗത്തെത്തിയത്. എന്നാൽ വാരണാസിയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് സായിബാബയുടെ വിഗ്രഹങ്ങൾ നീക്കണമെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയ പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ കളി കാര്യമാവുകയായിരുന്നു. സനാതനൻ രക്ഷാദൾ എന്ന ഹിന്ദു സംഘടനയുടെ നേതാവ് അജയ് ശർമ്മയാണ് ഇതിനോടകം അറസ്റ്റിലായിട്ടുള്ളത്. ചൊവ്വാഴ്ച ഇയാൾ പ്രദേശത്തെ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് സായിബാബയുടെ വിഗ്രഹങ്ങൾ നീക്കിയിരുന്നു. സമാധാന ലംഘനം ആരോപിച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ സായിബാബ ഭക്തർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ക്ഷേത്രങ്ങളുടെ സുരക്ഷയിൽ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മറ്റൊരു വിഷയം കൂടിയാണ് ഇവിടെ ഉടലെടുക്കുന്നത്. യുപിയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് സായിബാബ വിഗ്രഹം നീക്കം ചെയ്ത് ഹിന്ദു സംഘടനയോട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഭക്തർ നടത്തുന്നത്. ഉത്തർപ്രദേശിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് സായിബാബയുടെ വിഗ്രഹങ്ങൾ നീക്കം ചെയ്തുകൊണ്ടാണ് ആദ്യം ഇവർ രംഗത്തെത്തിയത്. സനാതനൻ രക്ഷാദളിന്റെ നേതൃത്വത്തിലായിരുന്നു വാരണാസിയിൽ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ പ്രതിമ മാറ്റിക്കൊണ്ടിരുന്നത്. നടപടി വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതോടെ സംഘടനാ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കാശിയിൽ ശിവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു സനാതനൻ രക്ഷാദൾ ക്യാമ്പയിൻ ആരംഭിച്ചത് എന്നും ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ലോഹത്തിലെ ബഡാ ഗണേഷ് ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം നീക്കൽ യജ്ഞത്തിന് തുടക്കമിട്ടത്. പിന്നീട് ഓരോരോ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു സായിബാബ വിഗ്രഹം മാറ്റിയിരുന്നത്. ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന സായിബാബയുടെ വിഗ്രഹം എടുത്ത് പുറത്തേക്ക് മാറ്റുകയായിരുന്നു. ആകസ്മികയുണ്ടാകുകയും ഭൂതേശ്വരനാഥും ഉൾപ്പെടെ 50 ക്ഷേത്രങ്ങളിലെ കൂടി സായിബാബ വിഗ്രഹങ്ങൾ നീക്കം ചെയ്യുമെന്നും സംഘടന പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഭക്തർ ഉയർത്തിയിരുന്നത്. പിന്നീടാണ് പോലീസ് ഇതിലേക്ക് ഇടപെടുന്നത്. കൃത്യമായ അറിവില്ലാതെയാണ് ഇവിടെ സായിബാബയെ ആരാധിച്ചതെന്നും ഇത് വേദികൾക്ക് വിരുദ്ധമാണെന്നാണ് സംഭവത്തിന് പിന്നാലെ ബന്ദാഗണ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി രമുഗുരു പ്രതികരിച്ചിരുന്നത്. സായിബാബ ആരാധിക്കണമെന്ന വേദിയിലൊന്നും പറയുന്നില്ല എന്നും അന്നപൂർണ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ശങ്കർ പൂരിയും പറഞ്ഞിരുന്നു. അയോധ്യയിലെ പ്രശസ്തമായ ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിലെ പൂജാരിയായ രാജ്ദാസും സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതോടെയാണ് വിഗ്രഹം നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. ഈ സായിബാബ മതപ്രബോധകനോ മഹത് വ്യക്തിയോ ഗുരുവോ ആത്മീയചര്യനോ ആകുമെന്നും എന്നാൽ ഭഗവാൻ അല്ല എന്നുമാണ് രാജ്ദാസ് പറയുന്നത്. വാരണാസിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിഗ്രഹം നീക്കം ചെയ്തതോടെ നന്ദി പറയുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിൽ നിന്നും സായിബാബയുടെ വിഗ്രഹങ്ങൾ നീക്കണമെന്ന് എല്ലാ സനാതന ധർമ്മകരോടും ആവശ്യപ്പെടുകയാണെന്നും രാജ്ദാസ് വാർത്താ ഏജൻസിയായ PTIയോടും പറഞ്ഞിരുന്നു. ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ ഒരു എതിരഭിപ്രായവും രംഗത്തെത്തിയിരുന്നു. ക്ഷേത്രങ്ങളിലെ വിഗ്രഹ നീക്കൽ പ്രതിഷേധങ്ങൾക്കിടെയായതോടെ സനാതനൻ രക്ഷാദൾ പ്രസിഡന്റ് അജയ് ശർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തതും മറ്റൊരു പ്രശ്നത്തിന് വഴി തുറക്കുകയാണ്. ശിവനാണ് കാശിയിലെ പ്രധാന ആരാധനമൂർത്തി എന്നായിരുന്നു ആദ്യമേ അദ്ദേഹം പറഞ്ഞത്. മറ്റൊരാളെയും ഇവിടെ ആരാധിക്കാൻ പാടില്ല എന്നുമാണ് ഇദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഈ ഒരു തീരുമാനം എടുത്തുകൊണ്ടായിരുന്നു പിന്നീട് വിഗ്രഹം മാറ്റുന്നത്. എന്നാൽ വിശ്വാസികളുടെ വികാരത്തെ ആദരിച്ചുകൊണ്ടാണ് 10 ക്ഷേത്രങ്ങളിൽ നിന്ന് സായിബാബ വിഗ്രഹങ്ങൾ നീക്കം ചെയ്തത്. വരും ദിവസങ്ങളിൽ അഗസ്ത്യകുണ്ട, ഭൂതേശ്വരനാഥ് ഉൾപ്പെടെ കൂടുതൽ ക്ഷേത്രങ്ങളിലും നടപടി തുടരുമെന്നും അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പോലീസ് നടപടി. നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ സായിബാബ ക്ഷേത്രം മാനേജർമാരുടെ യോഗം കഴിഞ്ഞ ദിവസം വാരണാസിയിൽ ചേർന്നിരുന്നു. ഇപ്പോൾ സനാതനകളാണോ പറയുന്നവർ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളിൽ സായിബാബ വിഗ്രഹം സ്ഥാപിച്ചത് എന്ന് സിഗ്ര ശാന്ത് രാഘുവർ ദാസ് നഗരത്തിലുള്ള ഷായി ക്ഷേത്രത്തിലെ പുരോഹിതനായ സമർ ഘോഷ് പറഞ്ഞിരുന്നു. ഇവർ തന്നെയാണ് ഇപ്പോൾ വിഗ്രഹം നീക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഈ വിഗ്രഹം വെച്ചത് ഈ വിഗ്രഹം മാറ്റാൻ പറഞ്ഞ ആളുകൾ തന്നെയായിരുന്നു. അവരായിരുന്നു ആദ്യമേ സായിബാബയുടെ വിഗ്രഹം ഇവിടെ സ്ഥാപിക്കൂ എന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അവർ തന്നെയാണിത് മാറ്റാൻ പറഞ്ഞത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ഏത് രൂപത്തിലും കാണാൻ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികൾ ശരിയല്ല, ജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്നും സമൂഹത്തിനിടയിൽ സംഘർഷം സൃഷ്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനിടയിലാണ് പോലീസിന്റെ നടപടി ഉണ്ടാകുന്നതും ഇപ്പോൾ ഭക്തജനങ്ങളുടെ വലിയൊരു പ്രതിഷേധവും ഈ ഉത്തർപ്രദേശിൽ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഭാഗത്തിന്റെ കോണിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമില്ല. അവിടെയും ചിലപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകും. എന്ന് തന്നെയായാലും ഈ ഒരു വിഗ്രഹം നിലവിൽ മാറ്റുന്നൊരു സാഹചര്യമാണുള്ളത്. എന്നാൽ അത് മാറ്റരുത് എന്ന് പോലീസ് തീരുമാനിച്ചിട്ടുമുണ്ട്. പോലീസ് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ വിഗ്രഹം കൂടുതൽ മാറ്റാനുള്ളൊരു നയത്തിലേക്കാണ്